നല്ല ഭംഗിയുള്ള പർപ്പിൾ കളറിലെ ടൊറേനിയം ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയതാണേ. ഞാനും സീമയും കൂടി ഇന്നലെ കേക്ക് വാങ്ങിക്കാനായിട്ട് പോയപ്പോഴേക്കും അവിടെ റോഡ് സൈഡിൽ ഒരു പറമ്പിൽ, ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു പറമ്പിൽ നിറയെ പുല്ലൊക്കെ വളർന്ന് കിടക്കണതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന കണ്ടതാണേ. ടൊറേനിയം കണ്ടപ്പോഴേക്കും എടി ഇതേ പൂവ് വിടർന്ന് നിൽക്കണടി എന്ന് പറഞ്ഞില്ല സീമ വേഗം സ്കൂട്ടർ നിർത്തി തന്നിട്ടാ. ചാടി ഇറങ്ങിപ്പോയി ഞാൻ പറിച്ച്. വേരോടുകൂടി എനിക്ക് കിട്ടിയില്ല, പൊട്ടിപ്പോന്നിട്ടാ. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ പിടിച്ച് കിട്ടിയില്ലെങ്കിലോടെ ഈ വേര് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ലടോ ഞാനിങ്ങനെ കൊണ്ടുപോയി നട്ടിട്ട് എനിക്ക് പിടിച്ച് കിട്ടി, വേര് വേണമെന്നില്ല, ഇത് പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പോന്നപ്പോഴേക്കും ഞാൻ വൈകുന്നേരം ഇവിടെ കൊണ്ടുവന്നിട്ട് ബക്കറ്റിൽ വെള്ളത്തിലിട്ട് വെച്ച്, വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കണുണ്ട്, ചെറിയൊരു വാട്ടം, അത് കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ദേ കൊണ്ടുവന്ന ചട്ടിയിൽ മണ്ണൊക്കെ ഇട്ട് നട്ട് നനച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇന്നലെ കേക്ക് വാങ്ങിക്കാൻ പോയത് എന്തിനാണെന്നറിയണ്ടേ? എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആർഭാടങ്ങളും ആഘോഷങ്ങളും ആരവങ്ങളൊന്നും ഇല്ലാത്ത ചെറിയൊരു സെലിബ്രേഷൻ, ഒരു കേക്ക് കട്ടിങ് മാത്രം. പനിയൊക്കെ ആയിട്ട് ഇരുന്നതുകൊണ്ട് പിള്ളേരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു കേക്ക് വാങ്ങിച്ചു. അമ്മച്ചിയും ഞാനും കൂടിയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തത്. എപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോഴും ക്രീം കേക്ക് വാങ്ങിച്ചാലും ഞങ്ങൾ അമ്മച്ചിക്ക് വേണ്ടിയിട്ടൊരു പ്ലം കേക്കും കൂടെ വാങ്ങിക്കും കേട്ടോ. കാരണം അമ്മച്ചി ഈ കേക്ക് കഴിക്കൂല, ഒരു നുള്ള് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, അതിനപ്പുറം കഴിക്കൂല. അപ്പോൾ അമ്മച്ചിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലം കേക്ക് അമ്മച്ചി കഴിച്ചോളും. അപ്പോൾ അമ്മച്ചിക്ക് വേണ്ടി പ്ലം കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. വായൊന്നും അടച്ചു വെക്കാൻ പറ്റാത്ത രീതിയിൽ കേക്ക് തുരുതുരാ ഓരോരുത്തർ കൊണ്ടുവന്ന് വെക്കണമായിരുന്നു കേട്ടോ. അത് പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഓരോ കലാപരിപാടികളൊക്കെ ആയിരുന്നു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എൻ്റെ നാവിൻ്റെ 2 സൈഡും പൊട്ടിയിരിക്കണ കേട്ടോ പനിയുടെ ചൂട് കൊണ്ടേ. അപ്പോൾ വോയിസ് കൊടുക്കുമ്പം എന്തെങ്കിലും വ്യത്യാസമോ കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർ എനിക്ക് അവരുണ്ടാക്കിയ കാർഡാണ് കേട്ടോ കൊണ്ടുവന്ന് വന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഓരോരുത്തരിരുന്ന് ഡ്രോയിങ്ങും പരിപാടികളൊക്കെ ആയിരുന്നു. എന്നെ കാണാണ്ട് വേറെ സ്ഥലത്തൊക്കെ പോയിരുന്ന് വരച്ചുകൊണ്ടൊക്കെ ഇരിക്കണമായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ ഭയങ്കര നാണമായിരുന്നു കൊണ്ടുവന്ന് തരാൻ. കാരണം അവൻ്റെ പപ്പ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കണ കാരണം അവന് ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം 3 പേരും കൊണ്ടുവന്ന് തന്നു. പൊന്നും എനിക്ക് ഇവിടെ വെച്ചാണ് കേട്ടോ തന്നത്. കുഞ്ഞു മക്കൾ അവരുടെ ഇഷ്ടത്തിന് അവർക്കറിയാവുന്ന രീതിയിൽ കാർഡ് ഉണ്ടാക്കി തന്നപ്പോഴേക്കും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. നമുക്കതിൽ കൂടുതൽ എന്താ വേണ്ടതല്ലേ? പിള്ളേരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അപ്പോൾ പൊന്നു എനിക്ക് തന്ന ഗിഫ്റ്റാണിത്. അവളും ഒരു ബർത്ത്ഡേ കാർഡാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഒപ്പം ഒരു കമ്മലും ഒരു ബിന്ദിയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിൽ വെച്ചിട്ടാണ് അവൾ എനിക്ക് തന്നത് കേട്ടോ. അങ്ങനെ ഗിഫ്റ്റൊക്കെ തന്നു കഴിഞ്ഞപ്പോഴേക്കും സീമ ജൂട്ട്സനുള്ള കേക്കും കൂടി ഒരു ബോക്സിലാക്കി തന്ന് ഞങ്ങൾ അതും കൊണ്ട് പിള്ളേരെയും കൂട്ടി സന്ധ്യ ആയപ്പോഴാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത്.